ബിഗ് ബോസ് മലയാളം സീസൺ 6. ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണാനിടയായി. നമ്മുടെ ജാസ്മിൻ്റെ ഫാദറിൻ്റെ ഇൻ്റർവ്യൂ വിവിയുടെ യൂട്യൂബ് ചാനലിലാണ് അത് വന്നിരിക്കുന്നത്, ആ ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അവരുടെ ഉപ്പായും ഉമ്മായും ഒക്കെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ചില കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ഫാദർ പറയാതിരിക്കുകയും ചില കാര്യങ്ങൾ കൃത്യമായി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. കൺസെഷൻ റൂമിൽ സംസാരിച്ച കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും അവിടെ വിവി ചോദിക്കുന്നുണ്ട്, കൺസെഷൻ റൂമിൽ സംസാരിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം, ആ മറുപടി കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം മൊത്തമായിട്ട് അവർക്ക് അവിടെ പറയാൻ അത് കഴിയില്ല. എന്നാലും അവരവിടെ അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവർ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ അസുഖക്കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അപ്പോൾ എൻ്റെ മോള് ഊഹിച്ചെടുത്തതായിരിക്കാം ഇങ്ങനെയൊക്കെ, ഞാനിങ്ങനെയൊക്കെ അകത്ത് ചെയ്യുന്നത് കൊണ്ടാണോ അത്താക്ക് അങ്ങനെ വന്നത് എന്നൊക്കെ മോൾ ഊഹിച്ച് ചെയ്തതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആ ഇന്റർവ്യൂവിന് ചില ഭാഗങ്ങൾ കാണാം. ഫാദറായി എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഓവർ സ്മാർട്ടാണ് അല്ലെ ഓവറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ജനങ്ങൾക്ക് തോന്നും ഇത് എൻ്റെ മകൾ ഒരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ അതിൽ തെറ്റ് തന്നെയാണെന്ന് ഞാൻ തുറന്നു. ജാസ്മിന്റെ ഫാദർ തന്നെ പറയുന്നുണ്ട്, എനിക്ക് തന്നെ പല കാര്യങ്ങളും അതിനകത്ത് നടക്കുന്നതിൽ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ജാസ്മിൻ ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുമ്പോൾ പിന്നെ പ്രേക്ഷകർക്ക് തോന്നുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് കറക്റ്റാണ്, നമ്മൾ കാണുന്നില്ലേ, അതിനകത്ത് കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളും അതിനകത്ത് നടന്നിട്ടുണ്ട്. അതാണ് അവർ പറയുന്നത്. നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് തന്നെ പറ്റുന്നില്ല, അപ്പൊ ജനങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബാക്കി കേൾക്കാം. എല്ലാവരും ഒരേ ചിന്താഗതിയല്ല, എല്ലാ ജനങ്ങളും ഓരോന്നും അക്സെപ്റ്റ് ചെയ്യുന്നവരല്ല, പല ചിന്താഗതിക്കാരുണ്ട്. ഇതെല്ലാം നമ്മൾ ഇപ്പൊ എന്റെ മകളാണെന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം ശരിയെന്ന് ഞാൻ പറയത്തില്ല. തെറ്റെന്ന് തന്നെ ഞാൻ പറയും. തെറ്റിനെ ഞാൻ തെറ്റായിട്ട് തന്നെ പറയും. എനിക്ക് തന്നെ പല കാര്യങ്ങളും അവിടെ കണ്ടതിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഞാൻ തെറ്റായിട്ട് തന്നെ കാണുന്നു എന്നാണ് അവരുടെ ഫാദർ പറഞ്ഞു വെക്കുന്നത്. ഈ 19 പേരുടെയും കുടുംബത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്ത് എമർജൻസി പ്രശ്നം ഉണ്ടെങ്കിലും ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെടാറ്. അങ്ങനെ ഞാൻ ഏഷ്യാനെറ്റിനോട് എനിക്ക് ഒരു വയ്യായിക വന്നപ്പോൾ വിളിച്ചു ചോദിച്ച് എൻ്റെ മകളുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനുള്ള ഇത് പറ്റുമോ എന്ന് ചോദിച്ചു. അവരെ വിവി ചോദിക്കുന്നുണ്ട് അവരുടെ ഫാദറിനോട്. കഴിഞ്ഞ ദിവസം കൺസെഷൻ റൂമിലേക്ക് ജാസ്മിനെ വിളിക്കുകയും അതിനുശേഷം 15 മിനിറ്റിന് ശേഷം ജാസ്മിൻ വെളിയിൽ ഇറങ്ങി വന്ന് കരഞ്ഞുകൊണ്ട് ഗബ്രിയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായി, അടുത്ത് വന്നിരിക്കരുത് എന്നൊക്കെ പറയുന്നതായിട്ട് കണ്ടു എന്ന് അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്കൊരു തിരുത്തുള്ളത്, 15 മിനിറ്റ് അല്ല, അരമണിക്കൂറോളം ജാസ്മിൻ മിസ്സിംഗ് ആയിരുന്നു, കൺസെഷൻ റൂമിലായിരുന്നു. ഞാനിങ്ങനെ മോളെ എനിക്ക് ഇതേക്ക് ശാരീരികമായിട്ട് ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോയി എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനെ പെട്ടെന്ന് വരാനുള്ള കാരണം. ഒരു ബ്ലോക്ക് നിൽക്കുന്നോണ്ടാണ് പെട്ടെന്ന് വരാനുള്ള കാരണം. പിന്നെ എൻ്റെ മകൾക്ക് ചിന്ത ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഇനി മകൾ ഇങ്ങനെ കളിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഇത് കണ്ടുകൊണ്ടാണോ ഉപ്പായിക്ക് ഇങ്ങനെ വന്നത്. അവിടെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ ഭാഗത്ത് അവരുടെ ഫാദർ പറയുന്നത്, ഞാൻ ജാസ്മിനോട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു വല്ലായിക വന്നു, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് കൊടുത്തിട്ടുണ്ട്, വെള്ളിയാഴ്ച അതിന്റെ റിസൾട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. അത് ഇനി ഊഹിച്ചെടുത്തിട്ട് ഞാൻ ഇനി ഇവിടെ കളിക്കുന്നത് വെച്ചിട്ടാണോ ഇനി അത്താക്ക് ഇങ്ങനെ വന്നതെന്ന് ജാസ്മിൻ അതിനുശേഷം എല്ലാം ഊഹത്തോടെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പെരുമാറിയത് എന്നാണ് പറയുന്നത്. ഇവർ അച്ഛനോടുള്ള എല്ലാ റെസ്പെക്റ്റും വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ബിഗ് ബോസിനകത്ത് നടക്കുന്ന കാര്യങ്ങളെയാണ് ഇവിടെ കൂട്ടിച്ചേർക്കുന്നത്, അല്ലാതെ അവരുടെ ഫാമിലി മാറ്ററിനെ ഒന്നുമല്ല. അവരുടെ ഫാമിലി മാറ്ററിൽ നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറഞ്ഞത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരിക്കലും ഇത്രയും സംസാരിച്ച ഈ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചതെങ്കിൽ അതിന്റെ റിയാക്ഷൻ അല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാസ്മിൻ പിന്നീട് കാണിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം അത്താക്ക് വയ്യ എന്ന് അവിടെ ഗബ്രിയോട് പറയുകയും 1 മിനിറ്റ് പോലും എടുത്ത് കാണില്ല. ഗബ്രിയോട് പറഞ്ഞിട്ട്, ഗബ്രി അടുത്ത് വരരുത്, മാറി നിൽക്കെന്ന് പറയുന്നുണ്ട്. ജാസ്മിന്റെ ഫാദറിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ നമ്മൾ കറക്റ്റാണ്, ജാസ്മിന്റെ ഫാദർ പറഞ്ഞത് കറക്റ്റാണ്. എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ രഹസ്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒന്നും ഏഷ്യാനെറ്റ് പറഞ്ഞിരിക്കാം, വെളിയിൽ പറയരുത്, അതായത് ഇന്റർവ്യൂവിന് ആൾക്കാർ വരുമ്പോൾ തന്നെ ഇങ്ങനെ പറയരുത്, എന്നിവിടെ ഞങ്ങൾ എന്താണ് സംസാരിച്ചതെന്നുള്ളത് ഇത്രയും പറഞ്ഞാൽ മതിയെന്ന് അവർ പറഞ്ഞിരിക്കാം. അല്ലാതെ വെളിയിൽ എന്തായാലും പറയില്ല. മോളകത്ത് കണ്ടസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന സ്ഥിതിക്ക് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ തന്നെ അത് പറയില്ല. പക്ഷെ അത് പറഞ്ഞു എന്നുള്ളത് 100% നമുക്ക് ഉറപ്പിക്കുന്ന രീതിയിലാണ് ജാസ്മിൻ അകത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പെരുമാറുന്നതും അതുപോലെ തന്നെയാണ്. വെളിയിൽ നടക്കുന്ന സംസാരം, ജാസ്മിന്റെ ഗെയിമിനെ കുറിച്ചുള്ള സംസാരം എന്താണെന്നുള്ളത് ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട്. അത് ചെറിയ സൂചനയാണെങ്കിലും അവരുടെ ഫാദറിന്റെ ഭാഗത്തു നിന്നായിരിക്കാം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമാണ്
ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയുമായിട്ട് ഒരുപാട് അകലുന്നതും എല്ലാം. ഒരിക്കലും ഒരു അച്ഛൻ ഇങ്ങനെ ഇപ്പൊ അവരുടെ ഫാദർ പറയുന്നത് എനിക്കിങ്ങനെ വയ്യാതിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ഇങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ ഇത്രയും ഫ്രണ്ടായിട്ട് നിന്ന? അപ്പോഴും അവിടെ താങ്ങായിട്ട് നിൽക്കുന്നത് ഗബ്രിയാണ്. അത്രയും ഫ്രണ്ട്ഷിപ്പായിട്ട് കൊണ്ടു നടന്നത് ഗബ്രി അല്ലേ? അപ്പൊ ഗബ്രി അല്ലേ കൂടെ നിൽക്കേണ്ടത്? ഓടി വന്ന് പറയുമ്പോൾ ഗബ്രി അടുത്ത് വന്നിട്ട് പോട്ടെ, ഗബ്രി പറയുന്നുണ്ട് പോട്ടെ നമുക്കത് ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഗബ്രി അവിടുന്ന് ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. അപ്പോഴും പറയുന്നത് എന്റെ അത്താക്ക് ഇനി ഇതുകൊണ്ടാണോ എന്ന് വെച്ചാൽ അവിടെ ജാസ്മിൻ അറിഞ്ഞു എന്റെ അത്താക്ക് സംഭവിച്ചത് ഇന്നത് കാരണം കൊണ്ടാണ്, ഇന്ന കാരണം കൊണ്ടാണെന്ന് ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട്. വെളിയിൽ ഇങ്ങനെയാണ് ടോക്ക് പോകുന്നതെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗബ്രി ഒഴിവാക്കി നിർത്തേണ്ടത്. അല്ലെങ്കിൽ ഇവർ അച്ഛൻ പറഞ്ഞ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഗബ്രിയെ ഒഴിവാക്കി നിർത്തേണ്ട ഒരു ആവശ്യവും ഇല്ല അവിടെ. അപ്പൊ അത് പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതില് ഈ എന്റെ മകനും ഈ പയ്യനുമായിട്ടുള്ള ഈ കോംബോ എടുത്തെടുത്ത് അവർ കാണിക്കുന്നുണ്ട്. തെറ്റെന്ന് പറഞ്ഞ് ജനങ്ങൾ അംഗീകരിച്ചാൽ ഞാനും എന്റെ കൂടെ അംഗീകരിക്കുന്നവരാണ്. ചുരുക്കത്തിൽ ഇപ്പോൾ അവരുടെ ഫാദർ പറയുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് കോടികൾ മുടക്കി എടുക്കുന്ന ഈ പരിപാടി അവർക്ക് കണ്ടന്റ് കിട്ടുന്ന കാര്യങ്ങൾ അവർ എയർ ചെയ്യും. അതിൽ നല്ലത് അല്ലാന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ നല്ലതല്ലെന്ന് പറയും. അത് ജനങ്ങൾ പറയുന്നത് അംഗീകരിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഒരു നിഷ്കളങ്കത അവരുടെ ഫാദറിന്റെയും മദറിന്റെയും ഒരു നിഷ്കളങ്കത നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഹേറ്റേഴ്സ് ഒരുപാടുണ്ട്. ആ ഹേറ്റേഴ്സ് ആണ് കൂടുതലും. ഞാൻ യൂട്യൂബ് ചാനലിൽ വരുന്ന വീഡിയോസ് എല്ലാം ഒരുപാട് കാണുന്നുണ്ട്. ആ വീഡിയോസിന് താഴെയൊക്കെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ കമന്റ് ഒക്കെ കയറി നോക്കുന്നുണ്ട്. ആ കമന്റ് നോക്കുമ്പോൾ കൂടുതലും ഫേക്ക് ഐഡിയിൽ നിന്നാണ് കമന്റ് വരുന്നത്. അല്ലാതെ റിയൽ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. പുള്ളി പറഞ്ഞ 60% ഫേക്ക് ഐഡിയും ബാക്കി 40% റിയൽ ആയിട്ടുള്ളവരും കമന്റ് ചെയ്യുന്നുണ്ട്. ഈ ഫേക്ക് ഐഡിയിൽ നിന്ന് വരുന്നവരാണ് ഒരുപാട് വേറെ രീതികളിലൊക്കെ കമന്റ് ചെയ്യുന്നത്. അതൊക്കെ വിഷമമാകാറുണ്ടെന്ന് പറയുന്നു. അതൊക്കെ ശരിയാണ്. കൂടുതലും നമ്മൾ യൂട്യൂബ് ചാനലുകളെല്ലാം നോക്കി അറിയാം. കൂടുതലും ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ കമന്റ് ചെയ്യുന്നവരുണ്ട്. ഇതിപ്പോ ബിഗ് ബോസിന്റെ ഒരു ഷോ ആയതുകൊണ്ട് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നവർ മറ്റൊരാളെ താഴ്ത്തി കെട്ടാനാണ് ശ്രമിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഷോ. അങ്ങനെയാണ് ഒരാൾ കടന്നു വരുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് കാണുമല്ലോ, അല്ലെങ്കിൽ മറ്റൊരാളെ സ്നേഹിക്കുന്നവർ കാണും. അവർ കുറെ ഫേക്ക് ഐഡീസ് ഉണ്ടാക്കും. അവരെ ആ ഫേക്ക് ഐഡി വഴി ഓരോന്ന് പറഞ്ഞ് താറടിക്കാനേ ശ്രമിക്കത്തുള്ളൂ. അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാറുണ്ട്. അത് അവർ പറഞ്ഞത് കറക്റ്റായിട്ട് എനിക്ക് തോന്നി. ഈ ബിഗ് ബോസിനെ പറ്റി റിവ്യൂ ചെയ്യുന്ന 80% യൂട്യൂബ് ചാനലുകളും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്ത് നടക്കുന്നു അത് മാത്രം റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ആ ചാനലുകളെ എനിക്കറിയാം. എന്ന് വെച്ചാൽ അവർ യൂട്യൂബ് ഈ 100 ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റുള്ള അവരുടെ പേഴ്സണൽ ലൈഫിലോ അവരുടെ കാര്യങ്ങളിലോ ഒന്നും ഇടപെടാതെ ആ റിവ്യൂ നിർത്തി വെക്കുന്ന ആൾക്കാരും ഉണ്ട്. ജാസ്മിന്റെ ഫാദറിനോട് പറയാനുള്ളത് എല്ലാ യൂട്യൂബ് ചാനലുകാരെയും ഒരേപോലെ കാണരുത്. എല്ലാവരും ഒരുപോലെ അല്ല. ജനങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ, ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അല്ല എന്ന് ജാസ്മിന്റെ ഫാദർ തന്നെ പറഞ്ഞു. പലർക്കും പല ഇതുണ്ടാവും. അതുപോലെ യൂട്യൂബ് ചാനലിലും എല്ലാവരും ഒരുപോലെ ആകണമെന്നില്ല. പലരും പല സെൻസിലാണ് എടുക്കുന്നത് ഓരോന്നും. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജാസ്മിൻ എന്നല്ല, ഇവൻ വേറെ ഒരു കണ്ടസ്റ്റന്റ് ആണെങ്കിലും ഏത് രീതിയിൽ പെരുമാറുന്നു അത് മാത്രം തുറന്നു കാണിക്കാനേ നമ്മൾ ശ്രമിക്കാറുള്ളൂ, നമ്മൾ ശ്രമിക്കത്തുമുള്ളൂ. ആ 19 കണ്ടസ്റ്റൻസ്, ഇപ്പോൾ ഉള്ള 19 കണ്ടസ്റ്റൻസും ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എന്ത് കാണിക്കുന്നു അത് മാത്രം റിവ്യൂ ചെയ്യാനേ നമ്മൾ ശ്രമിക്കാറുള്ളൂ. ഇപ്പോൾ ജാസ്മിന്റെ ഫാദറിനെ കുറിച്ചൊക്കെ വെളിയിൽ ഒരുപാട് ഇതൊക്കെ വന്നിരുന്നു. അവർ ബേക്കറിയിൽ വെച്ച് കണ്ടു, ഇങ്ങനെ കുറെ വോയിസുകൾ സ്പ്രെഡ് ആവുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അതിനുള്ള ക്ലാരിറ്റിയും ജാസ്മിന്റെ ഫാദർ വന്നിട്ടുണ്ട്. ഞാൻ അഡ്മിറ്റ് അല്ല, ഞാൻ അവിടെ ചെക്കപ്പിന് പോയിരുന്നു. ചെക്കപ്പിന് പോയതിനു ശേഷം ഞാൻ ടൗണിൽ ഇറങ്ങാത്ത ആളൊന്നുമല്ല. ഞാൻ ടൗണിലൊക്കെ ഇറങ്ങാറുണ്ട്. എന്നിട്ട് ഞാൻ ടൗണിൽ പോയിരുന്നു. എനിക്ക് വെള്ളിയാഴ്ച അതിന്റെ റിസൾട്ട് വരത്തുള്ളൂ. ഇതെല്ലാം കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അതിനകത്ത് തോന്നിയ 1-2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനകത്ത് എന്തോ ഒരു പൊരുത്തക്കേട് തോന്നിയ 1-2 കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ അവർക്കത് പറയാൻ വെളിയിൽ പറ്റത്തില്ല. അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ വിശ്വസിക്കുന്നു, ഇപ്പോഴും വിശ്വസിക്കുന്നു, 100% വിശ്വസിക്കുന്നു, ജാസ്മിൻ വെളിയിലുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്.